കായംകുളം കോടതിയിൽ കായംകുളം ബാർ അസോസിയേഷൻ ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തി. ഗാന്ധി ജയന്തി സമ്മേളനം കായംകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഉദ്ഘാടനം ചെയ്തു. കായംകുളം കോടതിയിൽ കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി സമ്മേളനം, ശുചീകരണം, വൃക്ഷത്തൈ നടീൽ, സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡ് ജേതാവിനെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി സ്വാഗതം പറഞ്ഞു. കായംകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും തത്വങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ തലമുറയ്ക്ക് കഴിയണമെന്ന് മജിസ്ട്രേറ്റ് അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞ പോലെ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിജി നമുക്ക് തന്നിരിക്കുന്ന മൂല്യങ്ങളും കൂടെ ഓർക്കാനുള്ളൊരു ദിവസമാണ്. അതിൽ ഇങ്ങനത്തെ ഒരു ദിവസത്തിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. കാരണം നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് തന്നെ ആ ഒരു മൂല്യത്തിലാണ്, അഹിംസ എന്നുവെച്ചാൽ. അതുമാത്രമല്ല, നോൺ കോപ്പറേഷൻ, ഹോസ്റ്റിലിറ്റി അല്ല, പീസ്ഫുൾ മെത്തേഡ്സിൽ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. അപ്പം അത് നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി എങ്ങനെയാണ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി ഓൾസോ നമുക്ക് എങ്ങനെയാണ് പീസ്ഫുള്ളായിട്ട് നീങ്ങി നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളൊരു കാര്യം ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു ദിവസമാണിന്ന്. അപ്പോൾ ആ ചെറിയൊരു സന്ദേശത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി ഈ ഇവൻ്റ് ഇനോഗ്രേറ്റഡ് ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുമാത്രമല്ല, ഐ എം ടേക്കിംഗ് ദിസ് മൊമെൻറ്റ് ബാർ അസോസിയേഷനെ കമൻറ്റ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് സർക്കുലർ വന്നിരിക്കുന്നതൊരു ക്ലീനിങ് വീക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും സാധാരണ ഗാന്ധി ജയന്തിയുടെ ദിവസം വന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരാഴ്ചയായിട്ട് തന്നെ ഇവിടെ എല്ലാ പുല്ല് ചെത്തിയും വൃത്തിയാക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിന് ഞാൻ സ്പെഷ്യൽ കമൻഡേഷൻ ഞാൻ ബാർ അസോസിയേഷനും എല്ലാവർക്കും അറിയിക്കുന്നു. അഡ്വക്കേറ്റ് ഒ ഹാരിസ്, ജൂനിയർ സൂപ്രണ്ട് എ ഷീജ, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ, സന്തോഷ് തൂലിക, പ്രഭാത് കെ കുറുപ്പ്, ജൂബി കെ മറിയം, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രകൃതിയെപ്പറ്റി ഗാന്ധിജി പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും വേണ്ടതെല്ലാം ഈ ഭൂമിയിലുണ്ട്, അത്യാഗ്രഹത്തിനുള്ള മാത്രം ഈ ഭൂമിയിലില്ല എന്നാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ 1934 കായംകുളത്തുനിന്ന് ചർക്കയുണ്ടാക്കി ഗാന്ധിജിക്ക് സമ്മാനിച്ചപ്പോൾ ആ ചർക്കയെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത് ചന്ദ്രനെ പോലിരിക്കുന്നു, ആകാശം ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ ചർക്കയ്ക്ക് പേരിടുന്നു ചന്ദ്രൻ ചർക്ക എന്ന് പേരിടുന്നു. യൂട്യൂബിലൊക്കെ ആ ചർക്കയെ സംബന്ധിച്ചുണ്ട്. ആ ചർക്ക നിർമ്മിച്ച ആൾ ഒരു സാധാരണ മനുഷ്യൻ, പാക്കും അതുപോലെ തന്നെ തേങ്ങയൊക്കെ വിറ്റ് ഉപജീവനം നടത്തുന്ന അന്നത്തെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സ്വന്തം അധ്വാനം കൊണ്ട് ഒരു ചർക്ക, യന്ത്രം കൊണ്ടുള്ള ചർക്ക ഉണ്ടാക്കി ഗാന്ധിജിക്ക് സമ്മാനിച്ചത്. ട്രഷറർ ഉണ്ണി ജയവാരിത് നന്ദി പറഞ്ഞു. തുടർന്ന് ജൈവ വൈവിധ്യ അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് അബ്ദുൾ ലത്തീഫിനെ ആദരിച്ചു. കായംകുളം ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൗട്ട് കേഡറ്റുകളുടെയും അഭിഭാഷകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. കോടതി ഗ്രൗണ്ടിൽ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി വൃക്ഷത്തൈ നട്ടു. ഫീൽഡ് ന്യൂസ്, കായംകുളം.